ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ശക്തിയോടെ, ഒരിക്കൽ കൂടെ ശക്തിയോടെ. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് തന്ന ഒരു ചെറിയ ദൈവിക സന്ദേശം നിങ്ങളോട് കൈമാറി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. കഴിഞ്ഞ ആഴ്ച നാം ചിന്തിച്ച, എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, അത്രത്തോളം ദൈവസാന്നിധ്യം നമ്മുടെ നടുവിലുണ്ടായിരുന്നു, ദൈവിക പ്രസൻസ് നമ്മുടെ നടുവിലുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അനേകർക്ക് ആ സന്ദേശം അവരുടെ ജീവിതത്തിനകത്ത് വലിയ വ്യതിയാനങ്ങൾ സംഭവിച്ചു. കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം എൻ്റെ പ്രാർത്ഥനയ്ക്ക് വിളിച്ചവരിൽ പലരും പറഞ്ഞു, ദൈവദാസനെ ആ പ്രസംഗം ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം, ഞങ്ങൾക്ക് അതിൽ നിന്ന് ചിലത് കൂടെ പ്രാപിക്കാനുണ്ട്. ആമേൻ. ഇന്ന് പകൽക്കാലം ആര് പ്രാപിച്ചാലും ഇല്ലേലും ഇന്ന് പകൽ ഞാൻ പ്രാപിക്കാൻ റെഡിയായിട്ടാണ് നിൽക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ചു ചിന്തിച്ചൊരു ഭാഗമുണ്ട്, ദൈവത്തിൻ്റെ പ്രസാദം ജീവപര്യന്തമുള്ളത്. ആമേൻ. അടുത്തിരിക്കുന്നവർക്ക് കരം കൊടുത്തിട്ട് സന്തോഷമുണ്ടെങ്കിൽ പറ, ആമേൻ, ദൈവത്തിൻ്റെ പ്രസാദം ജീവപര്യന്തമുള്ളത്. അമ്മേ, ഹല്ലേലൂയ. ചിലർക്കൊന്നും അത് വേണ്ടെന്ന് തോന്നുന്നു. വേണ്ടാത്തവരെ നോക്കണ്ട, കരമുയർത്തി പറ, ദൈവത്തിൻ്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത്. ആമേൻ, ഹല്ലേലൂയ. പ്രിയരെ, വായിക്കാൻ വിളിക്കപ്പെട്ടവരല്ല നാം, ആർക്കോ നടന്നത് കാണാൻ വിധിക്കപ്പെട്ടവരല്ല നാം, അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നാം. അമ്മേ, ഈ വേദപുസ്തകം വായിക്കുന്നവർ കണ്ടേക്കാം, വായിക്കുന്നവർ ഭാഗ്യവാന്മാരെന്ന വചനം പറയുന്നത്. അമ്മേ, വായിച്ച് കേൾപ്പിക്കുന്നവർ കണ്ടേക്കാം, അതും ഭാഗ്യമുള്ളതെന്നാണ് പറയുന്നത്. പക്ഷേ അത് അനുസരിച്ച് അത് ജീവിതത്തിനകത്ത് യാഥാർത്ഥ്യമാക്കുന്നവർ അതിലും ഭാഗ്യവാന്മാരാണ്. അമ്മേ, ഇന്ന് പകൽക്കാലം കേൾക്കുന്ന കൂട്ടത്തിൽ പോകരുത്. ആമേൻ. അടുത്തിരിക്കുന്നവർ പറഞ്ഞു വിടുന്ന കൂട്ടത്തിൽ പോകരുത്. അത് കാണണം. കണ്ടാൽ പോരെ, യഹോവ നല്ലവനെന്ന് രുചിച്ചറിയണം. ഹല്ലേലൂയ. ഞാൻ ചിന്തിച്ച സബ്ജക്റ്റ് ഗോഡ്സ് ഫേവർ എന്ന സബ്ജക്റ്റാണ്. അപ്പം ഞാൻ പറഞ്ഞു, മലയാളത്തിനകത്ത് ദൈവത്തിൻ്റെ ദൈവിക പ്രീതി, ദൈവിക അനുകൂലത എന്നൊക്കെയാണ്. അതിനകത്തൊരു എക്സാക്ട് വേർഡ് പറയാൻ നമുക്ക് കഴിയില്ല. മലയാളത്തിനകത്ത് ആമേ ഗ്രേസ് എന്ന പദം ചിലയിടത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ മൂലഭാഷയിൽ ചിലയിടത്ത് മാത്രം കൃപ എന്ന വാക്ക് കൊടുത്തിരിക്കുന്നിടത്ത് ഇംഗ്ലീഷിലും മറ്റ് ഇതര ലിംഗ്വിസ്റ്റിക്കുകളിലേക്കകത്തും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പദമാണ് ഗോഡ്സ് ഫേവർ. ആമേൻ. ഗോഡ്സ് ഫേവറിന്റെ പ്രത്യേകത, ദൈവത്തിന് എല്ലാവരോടും കൃപയുണ്ട്. ദൈവത്തിന് എല്ലാവരോടും കൃപയുണ്ട്. നാം കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചതാ. അതൊന്നും കൂടെ പറയല്ല, ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡക്ഷൻ പോലെ ഞാൻ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് തരികയാണ്. ദൈവത്തിന് എല്ലാവരോടും കൃപയുണ്ട്. കൃപയുള്ളത് കൊണ്ടാണ് നമ്മൾ വന്നിരുന്നത്. അമ്മേ, കൃപയുള്ളത് കൊണ്ടാ പാടുന്ന, കൃപയുള്ളത് കൊണ്ടാ ദൈവത്തെ അറിഞ്ഞത്, കൃപയുള്ളത് കൊണ്ടാ പ്രസംഗിക്കുന്നത്. പക്ഷെ ഞാനിങ്ങനെ പറയട്ടെ, കൃപയുള്ള എല്ലാവരോടും ദൈവത്തിന് ഫേവർ ഉണ്ടാകണമെന്നില്ല. അമ്മേ, ഹല്ലേലൂയ. കൃപയുള്ളവരോട് എല്ലാവരോടും ദൈവത്തിന് ഫേവർ ഉണ്ടാകണമെന്നില്ല. പ്രിയരെ, ഞാനിങ്ങനെ പറയാം, ദൈവത്തിൻ്റെ അനുകൂലത ഒരുവൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ട് കഴിഞ്ഞാൽ അവൻ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാകും. ആമേൻ, ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞൊരു എക്സാമ്പിൾ എനിക്കിന്നും ഓർമ്മയുണ്ട്. ഒരു ജോലി സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയോട് ആമേൻ ഒരു GM അല്ലെങ്കിൽ ഒരു മാനേജർക്ക് അവരുടെ കാറ്റഗറി അനുസരിച്ച്, അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ്, അവരുടെ ക്വാളിറ്റി, അവരുടെ വർക്ക് എക്സ്പീരിയൻസ്, ഇതെല്ലാം വച്ചാണ് പ്രൊമോഷൻ കൊടുക്കുന്നത്. പക്ഷേ ഒരുവൻ്റെ ജീവിതത്തിനകത്ത് ദൈവത്തിൻ്റെ ഫേവർ വെളിപ്പെട്ട് കഴിഞ്ഞാൽ ക്വാളിറ്റി ഉള്ളവർ നോക്കി നിൽക്കേ ഉള്ളൂ. ദൈവത്തിൻ്റെ ഫേവർ ഉള്ളവൻ മുന്നിലെത്തും. അതാണ് ദൈവത്തിൻ്റെ ഫേവർ. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, എത്രയോ ശക്തന്മാരായ ദൈവദാസന്മാർ നമ്മുടെ നടുവിലുണ്ട്. ദൈവവചനം ധ്യാനിക്കുകയും പ്രസംഗിക്കുകയും കൃപാവരപ്രാപ്തന്മാരായ പല ദൈവദാസന്മാരുണ്ട്. പക്ഷേ പലരും പലരെ പോലെ ഉപയോഗിക്കപ്പെടുന്നില്ല. അമ്മേ, എല്ലാവർക്കും കൃപയുണ്ട്, കഴിവുണ്ട്, മിടുക്കുണ്ട്. പക്ഷേ ചിലരെ മാത്രം ദൈവം അസാധാരണമായി ഉപയോഗിക്കുകയാണ്. മനസ്സിലായോ? ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന എല്ലാവരോടും ദൈവത്തിന് കൃപയുണ്ട്. പക്ഷെ ചിലരോട് മാത്രം ദൈവത്തിന് ഫേവർ ഉണ്ട്. അതുകൊണ്ടാണ് റോമാലേഖനം പറയുന്നു, ദൈവ
ദൈവം അനുകൂലമെങ്കിൽ, എടാ ദൈവം ഒരുവനോട് കൃപ തോന്നിക്കഴിഞ്ഞാൽ, ദൈവം ഒരുവനോട് അനുകൂലത തോന്നിക്കഴിഞ്ഞാൽ ആർക്കും എതിരായി നിൽക്കാൻ കഴിയില്ല. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് വചനം പറയുന്നത്, എനിക്ക് കൃപ തോന്നണമെന്നുള്ളവനോട് കൃപ തോന്നുകയും എനിക്ക് കരുണ തോന്നണമെന്നുള്ളവനോട് എന്ന് പറഞ്ഞ എല്ലാവരോടും കൃപ തോന്നില്ല. എല്ലാവരോടും, ആ പദത്തിന്റെ അർത്ഥം ഗോഡ്സ് ഫേവർ എന്നാണ്, കൃപയെന്നല്ല. എല്ലാവരോടും ദൈവത്തിന് പ്രീതി തോന്നില്ല, എല്ലാവരോടും ദൈവത്തിന് അനുകൂലത തോന്നില്ല. പക്ഷേ എനിക്ക് തോന്നണമെന്നുള്ളവരോട് ഞാൻ തോന്നും. ലോകമെതിരായാലും ഞാൻ ചിലവിനോട് തോന്നിക്കഴിഞ്ഞാൽ അവനെതിരെ നിൽക്കാൻ ആരും കഴിയില്ല. ഈ പകൽക്കാലം ഇതിനകത്തിരിക്കുന്ന ആരോടൊക്കെ ദൈവത്തിന് പ്രീതിയുണ്ട്, ദൈവത്തിന് ഫേവറുണ്ട്, അങ്ങനെയുള്ള നിന്റെ കുടുംബത്തെ തകർക്കോ ഒരു മന്ത്രവാദിക്കും കഴിയില്ല, ഒരു ആഭിചാരകനും കഴിയില്ല. Yes, are you ready to receive? ഇമ്മകൾ കാരമടിച്ചു സ്വീക വൈഡബാല ഹർത്തരാധ റംശബാല ഹടകധാര അർത്ഥരാധ റംശബാല വൈഡമാല ഓ ശാരാധാര വൈഡമാന അർത്ഥരാധ റിഖമാന. പ്രാപിച്ചെടുത്തോണം കേട്ടോ. ഇന്ന് പകൽക്കാലം ഒരു പ്രവാചകന്റെ കരമല്ല വീഴേണ്ടത്, സാക്ഷാൽ ഉടയവന്റെ കരം നിന്റെ ജീവിതത്തിൽ വീണു കഴിഞ്ഞ, ഉടഞ്ഞുപോയ നിന്റെ ജീവിതത്തിനകത്ത് ദൈവത്തിന്റെ ഫേവർ വെളിപ്പെട്ട് കഴിഞ്ഞ നീ അസാധാരണമായി മാറും. ഷാരാബാല ഹട്ടരാബ ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാനിങ്ങനെ പറയാം പ്രിയരെ, ദൈവത്തിന് ഒരുവനോട് ഫേവർ തോന്നിക്കഴിഞ്ഞാൽ ആരൊക്കെ മാറ്റി നിർത്തി എന്തൊക്കെ പറഞ്ഞാലും, ഹല്ലേലൂയ പ്രിയരെ, ഞാനിങ്ങനെ പറയാം, ദാവീദിനെ പറ്റി പറയാൻ 100 തെറ്റ് അവന്റെ ജീവിതത്തിൽ ഉണ്ട് അല്ലേ? ദാവീദിനെയൊക്കെ പഠിപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ 100 തെറ്റ് അവന്റെ ജീവിതത്തിൽ ഉണ്ട്. പക്ഷെ ദൈവദാസൻ അമ്മ പറഞ്ഞ സങ്കീർത്തനത്തിനകത്ത് 1-2 പദങ്ങളുണ്ട്. എൻ്റെ ദാസനായ ദാവീദ്. ഹലോ, ദാവീദിനെ പറ്റി സ്വർഗം സാക്ഷ്യം പറയുന്നത് കേട്ടോ. നമ്മൾ പറയും ദാവീദ് ഇന്ന തെറ്റ് ചെയ്തു, ഇന്നതാണ് കോൺസ്പിറസി, അഡൾട്ടറി, ഇതെല്ലാം അവൻ്റെ ജീവിതത്തിലുള്ള തെറ്റുകളാണ്. പക്ഷേ വചനം പറയുന്നു അവൻ എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്നാണ്. ഹല്ലേലൂയ. അവൻ ഗൂഢാലോചന ചെയ്തു, അവൻ വ്യഭിചാരം ചെയ്തു, അവൻ പല തെറ്റുകളും ചെയ്തു. പക്ഷേ അവന്റെ മേൽ ദൈവത്തിന്റെ ഫേവർ വന്നപ്പോൾ, ഹല്ലേലൂയ, അങ്ങനെ ചെയ്യുന്ന എല്ലാവരോടും ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞേ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? മടങ്ങി വന്ന ദാവീദിന്റെ മേൽ ദൈവത്തിന്റെ ഫേവർ വെളിപ്പെട്ടപ്പോ സ്വർഗം പറയുന്ന സാക്ഷ്യം കണ്ടോ, അവൻ എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്നാണ്. അമ്മേ, മോശയെ പറ്റി പറയുന്നത് കേട്ടോ, അവൻ ദൈവഗ്രഹത്തിലെല്ലാം വിശ്വസ്തനെന്നാ. ഹല്ലേലൂയ. ഈ പണിക്ക് എനിക്ക് പറ്റില്ലെന്ന് പറഞ്ഞവനാ, പക്ഷെ ദൈവം സാക്ഷ്യം പറയുകയാ അവൻ വിശ്വസ്തനാണ്. ഹല്ലേലൂയ. യാഗം മറന്ന് ദൈവത്തെ ആരാധിക്കാൻ മറന്ന അബ്രഹാമിനെ പറ്റി പറയുക, അബ്രഹാം എൻ്റെ സ്നേഹിതനെന്ന്. ഇന്ന് പകൽക്കാലം നിന്നെ മാറ്റി നിർത്താൻ 100 കുറ്റം നിന്നിൽ കാണും, നിന്നെ ഒതുക്കാൻ 100 പദ്ധതി കാണും. പക്ഷെ ദൈവം നിനക്ക് അനുകൂലമെങ്കിൽ നിന്നിലുള്ള തിന്മകളെ വെട്ടിമാറ്റി അവൻ നിന്നെ പണിയുക തന്നെ ചെയ്യും. ഈ പകൽ ആരോടും അറിയില്ല, ദൈവാത്മാവ് കൃത്യമായി ഇടപെടുക. കുഞ്ഞേ, നിന്റെ കൂടാരത്തിനകത്ത് 100 കുറ്റം കാണും. നിന്റെ കൂടാരത്തിനകത്ത് ദൈവത്തിന് പ്രവേശിക്കാൻ നീ യോഗ്യനായിരിക്കില്ല. ഒരുവൻ പറഞ്ഞു, കർത്താവേ എന്റെ പുരക്കകത്ത് വരോ, ഞാൻ യോഗ്യമല്ല. പക്ഷേ ഇന്ന് പകൽ ദൈവത്തിന്റെ ഫേവർ ഉണ്ടെങ്കിൽ നിന്നിലുള്ള അഴുക്കിനെ കഴുകി മാറ്റി ഇന്ന് പകൽ നിന്റെ ജീവിതത്തിനകത്ത് ഫേവർ വെളിപ്പെടുത്താം. ശാരാബാല ഹടകധാര വൈഡബാല ശരാധരന്ധരാധരധരാധ
ആരോടൊക്കെ ദൈവം ഇടപെടുക അറിയില്ലേ? ദൈവത്തിന്റെ വലിയ ഫേവർ ഈ ഹാളിനകത്ത്, ഈ ആലയത്തിനകത്ത്, ഈ മിനിസ്ട്രിക്കകത്ത് മാത്രമല്ല, കൂടാരങ്ങൾക്കകത്ത് ആഴമായി വെളിപ്പെടുക. കൂടപ്പിറപ്പെ വിശ്വസിക്ക്, നിന്റെ കണ്ണിനെ തുടച്ചു മാറ്റാൻ കഴിയുന്ന ദൈവത്തിന്റെ പ്രവൃത്തിയുണ്ട്. നിന്നെ ആര് മാറ്റി നിർത്തിയാൽ, നിന്നെ ആരുപേക്ഷിച്ചാൽ, നിന്നെ ആർക്കും വേണ്ടെന്ന് പറഞ്ഞാൽ, ഈ പകൽ നിന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു സ്വർഗമുണ്ട്. പരിഗണിക്കേണ്ടവർ പരിഗണിച്ചില്ലേലോ, ചേർത്ത് പിടിക്കേണ്ടവർ ചേർത്ത് പിടിച്ചില്ലേലോ, തകർക്കാൻ പദ്ധതിയിട്ടാലോ നിന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു സ്വർഗമുണ്ട്. ഹല്ലേലൂയ. അതാണ് ദൈവത്തിന്റെ ഫേവർ ഉണ്ടായാൽ. ദൈവത്തിന്റെ ഫേവർ ഉണ്ടായാൽ എന്തു സംഭവിക്കും? ദൈവം ഒരുവനെ താഴ്ത്തുകയും മറ്റൊരുത്തനെ, ഒന്ന് പറഞ്ഞാട്ടോ, മറ്റൊരുത്തനെ, ഒരു ഉറപ്പില്ലല്ലോ. ദൈവം ചിലരെ താഴ്ത്തും, മറ്റുള്ളവരെ ചിലരെ ഉയർത്തും. ഒരു യോഗ്യതയില്ല, ഒരു യോഗ്യതയില്ല. ഉയരാൻ നിനക്ക് വിദ്യാഭ്യാസം കാണില്ല, എടുത്തു പറയാൻ യോഗ്യത കാണില്ല. ഇന്ന് പകൽക്കാലം കയറി വരുമ്പോഴും നല്ല ആഹാരം കഴിക്കാം, നല്ല വസ്ത്രം ധരിക്കാം, നിന്റെ കയ്യിൽ നന്മ കാണില്ല. ദേശത്തിന് മുൻപിൽ അപമാനപാത്രമായിരിക്കാം നീ. പക്ഷേ ഇന്ന് പകൽ എൻ്റെ ദൈവം ചിലരെ താഴ്ത്തും, എൻ്റെ ദൈവം ചിലരെ ഉയർത്തും. ഹല്ലേലൂയ. അടുത്തൊരു പദവും കൂടെ പറഞ്ഞിട്ട് നാം ദൈവത്തിന്റെ വചനത്തിലേക്ക് കടക്കുക. അവൻ ചിലര് മുൻപന്മാർ, ചിലര് പിൻപന്മാർ, ചിലര്. അതിന്റെ പേരാ ദൈവിക ഫേവർ. അതിന്റെ പേരാ ദൈവിക ഫേവർ. ഹല്ലേലൂയ. ആമേൻ. വിശ്വസിക്കുക, എൻ്റെ ദൈവം എന്നെ മുന്നിൽ കൊണ്ടുവരും. എൻ്റെ ദൈവം എൻ്റെ മിനിസ്ട്രിയെ മുന്നിൽ കൊണ്ടുവരും. എൻ്റെ ശുശ്രൂഷയെ മുന്നിൽ കൊണ്ടുവരും. നിന്റെ തലമുറയെ മുന്നിൽ കൊണ്ടുവരും. നിന്റെ സഭയെ മുന്നിൽ കൊണ്ടുവരും. നിന്റെ കുടുംബത്തെ മുന്നിൽ കൊണ്ടുവരും. ഇന്ന് തകർമമായിരിക്കാം, ഇന്ന് ഉടഞ്ഞമായിരിക്കാം, പക്ഷേ മുന്നിൽ കൊണ്ടുവരുന്ന ഒരു സമയമുണ്ട്. ഈ പകൽ വിശ്വസിക്കുക, ആരുടെയൊക്കെ ദൈവം ഇടപെടുകയോ. കുഞ്ഞേ, നീ കരഞ്ഞതിന് തത്തുല്യമോ നീ മുന്നിൽ വരുന്നൊരു സീസൺ ഉണ്ട്. പ്രിയരെ, ഫേവർ വെളിപ്പെട്ട 4 വ്യക്തികളെ ഞാൻ നിങ്ങളുടെ മുൻപിൽ പരിചയപ്പെടുത്താം. ഏറ്റെടുക്കാൻ കഴിയുമെങ്കിൽ ഏറ്റെടുത്തോ, എങ്കിൽ ഇന്ന് പകൽക്കാലം അതിൻ്റെ ചരിത്രം തിരിയും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം വചനം ഇങ്ങനെ പറയുന്നു. ഉൽപ്പത്തി പുസ്തകം 6:8 ഇങ്ങനെ വായിക്കുന്നു. എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. മലയാളം പുസ്തകത്തിനകത്ത് അങ്ങനെയാണ്, പക്ഷേ ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയുന്നു. ബട്ട് നോവ ഫൗണ്ട് ഗ്രേസ് ഇൻ ദി ഐസ് ഓഫ് ദി ലോർഡ്. ദൈവത്തിന്റെ കണ്ണിൽ അവന് ഫേവർ ഉണ്ടായി. നോവ ഫൗണ്ട്, അവൻ കണ്ടെത്തി. എന്ത് കണ്ടെത്തി? ദൈവത്തിന്റെ ഫേവർ കണ്ടെത്തി. എങ്ങനെ നോഹയ്ക്ക് ദൈവത്തിന്റെ ഫേവർ കണ്ടെത്താൻ കഴിഞ്ഞു? ഇന്ന് പകൽക്കാലം പാസ്റ്റർ പറഞ്ഞു, പാസ്റ്റർ നിങ്ങൾ പറഞ്ഞു ദൈവം ചിലരെ താഴ്ത്തും, ചിലരെ ഉയർത്തും. എല്ലാവരോടും കൃപയുണ്ട്, പക്ഷെ ചിലരോട് ഫേവറുള്ളൂ. ആ ഫേവറുള്ള ഒന്നിൽ ഒരുവനാകാൻ എങ്ങനെ കഴിയും? നോഹ ദൈവത്തിന്റെ ഫേവർ കണ്ടെത്തി എന്നാണ് വചനം പറയുന്നത്. Noah found grace. Noah found favor in the eyes of the Lord. അവൻ ദൈവത്തിന്റെ ഫേവർ, ദൈവത്തിന്റെ കണ്ണിന്റെ മുൻപിൽ അവന്റെ ജീവിതത്തിനകത്ത് അവൻ കണ്ടെത്തുകയായിരുന്നു. എങ്ങനെയാ നോഹ ദൈവത്തിന്റെ ഫേവർ അവന്റെ ജീവിതത്തിനകത്ത് കണ്ടെത്തിയത്? പ്രിയരെ, വചനം പറയുന്നു, ഭൂമിയിലെ ജനം മുഴുവനും പാപത്തിനടിമകളായി വഷളത്വം നിറഞ്ഞ ലോകത്ത്, നീതി പ്രവർത്തിക്കാൻ ആരുമില്ലാത്ത ലോകത്ത്, ദൈവ ശബ്ദത്തിനോ ദൈവിക വ്യവസ്ഥയ്ക്കോ ചെവി കൊടുക്കാൻ ഒരു തലമുറയും തയ്യാറാകാതിരുന്നപ്പോൾ,
കൂടാരത്തിന്റെ അടുക്കൽ ഒരുവൻ മാത്രം ഒന്ന് അന്വേഷിക്കുകയാണ്. എന്ത്? ഈ തലമുറയിൽ എൻ്റെ പിതാക്കന്മാർ ചുമന്നൊരു ഗ്രേസ് ഉണ്ട്, പിതാക്കന്മാർ ചുമന്നൊരു അഭിഷേകമുണ്ട്, പിതാക്കന്മാർ ചുമന്നൊരു ദൈവിക ഫേവറുണ്ട്. അത് എന്നിൽ വെളിപ്പെടാ ഞാൻ എന്ത് ചെയ്യണമെന്ന് ഒരുവൻ അന്വേഷിക്കുക. അവന്റെ അടുക്കൽ ദൈവത്തിന്റെ ഫേവർ വെളിപ്പെട്ടത്. ഇന്ന് പകൽക്കാലം പ്രിയരെ, ഈ ലോകത്ത്, ഈ ദേശത്ത്, ഈ സഭയിൽ നൂറുകണക്കിന് വിശ്വാസികൾ കണ്ടേക്കുക. ഇന്ന് പകൽക്കാലം ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ദൈവത്തെ അന്വേഷിക്കണമെന്നില്ല. ഇരിക്കുന്ന ഇരിപ്പിലിരുന്നു കൊണ്ട് ദൈവത്തോടൊന്ന് പറയാൻ കഴിയുമോ, കർത്താവേ, ഇവരാരും അന്വേഷിച്ചില്ലേലും ആരുടെ മുൻപിലും വെളിപ്പെടാത്ത ദൈവത്തിന്റെ അനുകൂലത ഞാൻ അന്വേഷിക്കുക. അവിടെ കൊണ്ട് തീർന്നില്ല. ഞാൻ അങ്ങയുടെ മുൻപിൽ നീതിമാനായി നടക്കാം, നീതിമാനായി നടക്കാം. അവിടെ കൊണ്ട് തീർന്നില്ല. ഞാൻ എൻ്റെ തലമുറയുടെ നീതിയിൽ വഴി നടത്താം. ഒരു കുടുംബനാഥന്റെ ഡെഡിക്കേഷൻ കണ്ടോ? ഞാൻ മാത്രമല്ല, എൻ്റെ തലമുറകളും നീതിയിൽ നടക്കും എന്നവൻ തീരുമാനിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ മറ്റു ദേശം മുഴുവനും പാപത്തിൻ്റെ അടിമത്തിൽ കിടക്കുമ്പോൾ, പലരും വിഗ്രഹങ്ങളെ ആരാധിച്ചു തുടങ്ങുമ്പോൾ, അബ്രഹാം വിട്ടിട്ട് വന്ന വിഗ്രഹത്തെ പിന്നെയും ആരാധിച്ചു തുടങ്ങുമ്പോൾ, ഒരുവൻ മാത്രം മാറിയിരുന്ന് കരയുക, ദൈവമേ, ഞാൻ നിന്റെ സന്നിധിയിൽ അങ്ങയുടെ ഗ്രേസ്, അങ്ങയുടെ കൃപ അന്വേഷിക്കുകയാണ്. അങ്ങനെ അന്വേഷിക്കുന്ന ഒരുവനുണ്ടെങ്കിൽ എൻ്റെ ദൈവം അവനെ കാണാതിരിക്കത്തില്ല. ഈ പകൽക്കാലം ഇതിനകത്ത് വന്നിരിക്കുമ്പോൾ ഹൃദയം തകർന്ന ദൈവത്തോട് പറയുക, അപ്പാ, ഞാൻ നിന്നെ അന്വേഷിക്കുകയാണ്, ഞാൻ നിന്നെ അന്വേഷിക്കുകയാണ്. ഞാൻ സബിംബാസ അന്വേഷിച്ചു വന്നതല്ല, ഞാൻ ഇവിടെ ഒരു ആരാധന കൂടാൻ വന്നതല്ല. ഞാൻ ഇതിനകത്തിരിക്കുമ്പോഴും ഞാൻ നിന്നെ അന്വേഷിക്കുന്നു എമ്മ. ഹൃദയം തുറന്ന ഏകാഗ്രതയോടെ അവൻ്റെ പ്രവർത്തിക്ക് വേണ്ടി അവൻ അന്വേഷിക്കുന്ന ഒരുവനുണ്ടോ, അവന് കാണുന്നൊരു സ്വർഗമുണ്ട്. ഇന്ന് പകൽക്കാലം നീ അന്വേഷിച്ച, ഇന്ന് പകൽ നീ കണ്ടെത്തും. നീ അന്വേഷിച്ച, നീ ഇന്ന് പകൽ കണ്ടെത്തും. നീ മുട്ടിയ ഈ പകൽക്കാലം അടഞ്ഞ വാതിലുകൾ തുറന്നു വരുമെങ്കിൽ ഈ പകൽ ദൈവത്തെ അന്വേഷിക്ക. വചനം പറയുന്നു, എന്നമേ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാ ഉണ്ടോ എന്ന് കാണുമോ. ദൈവം സ്വർഗത്തും മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. ഈ പകൽ മാറാമ റിവൈവൽ സെന്ററിന് എന്റെ ദൈവം നോക്കുകയാണ്. അർത്ഥരാധരം ചവാല ഘടകഭേര വക്ഷബാല റീബാരാധരാധരാം ചവാല ഘടകഭാര വൈഡ റിഖമനവര ഘടക. പ്രിയരെ, വചനം പറയുന്നു, ദൈവത്തെ അന്വേഷിക്കുന്ന ആരുണ്ടോ എന്ന് ബുദ്ധിമാൻ. ആരാ ബുദ്ധിമാൻ? ദൈവത്തെ അന്വേഷിക്കുന്നവനാണ് ബുദ്ധിമാൻ. ഇന്ന് പകൽക്കാലം അടുത്തിരിക്കുന്ന വ്യക്തിയെ അന്വേഷിക്കുന്നവനല്ല, നന്മ അന്വേഷിക്കുന്നവനല്ല, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണാൻ. ദൈവം എവിടെ നിന്ന്? സ്വർഗത്തുനിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുക. അർത്ഥം, ഇന്ന് പകലും ഈ സഭയ്ക്കകത്ത് നോക്കുക, എന്നെ അന്വേഷിച്ച് ഒരുത്തനുണ്ടോ? എന്നെ അന്വേഷിച്ച് ഒരുത്തനുണ്ടോ? അവൻ്റെ മേൽ ദൈവത്തിൻ്റെ അനുകൂലത വെളിപ്പെടും. അവൻ്റെ കുടുംബത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ അനുകൂലത വെളിപ്പെടും. ഞാൻ കൊതിക്കുന്നു ഈ പകൽക്കാലം എൻ്റെ മേൽ അങ്ങനെ ഒരു ദൈവത്തിൻ്റെ ഫേവർ വെളിപ്പെടട്ടെ. ഈ പകൽ വിശ്വസിക്ക്, ഈ പകൽ വിശ്വസിക്ക്. ദൈവത്തെ നീ അന്വേഷിച്ച ദൈവത്തിൻ്റെ കണ്ണ് നിന്നെ ഈ പകൽക്കാലം കാണും. ആരും നിന്നെ കണ്ടില്ലേല്, ആരും നിന്നെ തിരിച്ചറിഞ്ഞില്ലേല്, ദൈവത്തിന്റെ കണ്ണ് നിന്നെ കാണു. ദൈവത്തിന്റെ കണ്ണ് നിന്നെ കണ്ടോ. ഓ റിബാല ധാര ധാര വൈഡബാല ഡഗബാര. ആമേ. പ്രിയരെ, വചനം പറയുന്നു, നോ ഫൗണ്ട് ഫേവർ ഇൻ ദി ഐസ് ഓഫ് ലോർഡ്. ദൈവത്തിന്റെ കണ്ണിന്റെ മുൻപിൽ നോഹയ്ക്ക് ഫേവർ ഉണ്ടായി, ദൈവത്തിൻ്റെ പ്രീതി ഉണ്ടായി. എന്തുകൊണ്ടുണ്ടായി? എല്ലാവരും പാപം ചെയ്തപ്പോൾ, എല്ലാവരും അനീതിയിൽ ജീവിച്ചപ്പോൾ
ഒരുവൻ മാത്രം നീതിയിൽ ജീവിച്ചു. ഇന്ന് പകൽക്കാലം ദൈവത്തിന് വേണ്ടി ഇറങ്ങിയിട്ട് വിശ്വസ്തയോടെ നിന്നിട്ട്, ദൈവത്തിന് വേണ്ടി നിന്നിട്ട്, ആരും നിൻ്റെ കൂടെ അനുകൂലപ്പെടാനില്ലായിരുന്നിട്ടോ, ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നിട്ടോ വിശ്വസ്തയോടെ നിന്ന് ആരെങ്കിലും ഉണ്ടോ? ഈ പകൽക്കാലം നിൻ്റെ ജീവിതത്തിനകത്ത് ദൈവത്തിൻ്റെ ഫേവർ വെളിപ്പെടും. ദൈവം നിന്നെ കാണും. ദൈവം കണ്ടാലേ ദൈവം നിന്നെ കൊണ്ട് ചിലത് പണിയിക്കും. ദൈവം നിന്റെ കരം കൊണ്ട് ചിലത് പണിയിക്കുക. ഈ പകൽക്കാലം ആരോടൊന്നറിയില്ല, ആത്മാവ് വ്യക്തമായി ദൂതിടപെടുകയാ. ദൈവത്തിൻ്റെ ഫേവർ വെളിപ്പെട്ടവൾ ചുമ്മാതിരിക്കില്ല. ആരും പണിയാത്ത ചിലത് ദൈവത്തിന് വേണ്ടി പണിയോ. ഈ തലമുറയിൽ ആരും ചെയ്യാത്ത ചിലത് ദൈവത്തിന് വേണ്ടി ചെയ്യുക. ആർക്കും ആരെ കൊണ്ട് ചെയ്തിട്ടില്ലാത്ത ശുശ്രൂഷ ഈ പകൽക്കാലം ദൈവം നിന്റെ തലമുറയും കൊണ്ട് ചെയ്യിക്കുക. വിശ്വസിക്കാമെങ്കിൽ യൗവനക്കാരും ഈ ദൂതേറ്റെടുക്കാതെ പോകരുത്. ലൈവിലൂടെ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ പകൽക്കാലം ദൂതേറ്റെടുക്കാതെ പോകരുത്. ആരും പണിയാത്ത ചിലവ് ഈ തലമുറയിൽ നീ പണിയ്. വിശ്വസിക്കാമെങ്കിൽ എൻ്റെ ദൈവത്തെ ആരാധിച്ചു തുടങ്ങട്ടെ. അങ്ങനെ ഒരു അഭിഷേകം ഇതിനകത്ത് വെളിപ്പെടുകയ. ഓ റീബാനം ധാമാല ഘടക ധാര 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 ധാര. ആരും പണിയാത്തത്, ആരും പണിയാത്തത്, ആരും ചെയ്തിട്ടില്ലാത്തത്. ഓ റീമാനധരഘടക, ഇന്ത്യക്കകത്ത് ഒരു ദൈവദാസന്മാരും ചെയ്തിട്ടില്ലാത്ത ശുശ്രൂഷ നിന്നെ കൊണ്ട് ചെയ്യിക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയോ. എൻ്റെ ദൈവത്തിന് കഴിയോ. ഒരു കുടുംബത്തിനകത്തും വെളിപ്പെടാത്ത ചിലവ് നിന്നെ കൊണ്ട് പണിയിക്കാം. എൻ്റെ ദൈവത്തിന് കഴിയും, എൻ്റെ ദൈവത്തിന് കഴിയോ. റീമാനധരഘടക, ദൈവത്തിൻ്റെ കൂടെ നടന്ന ഹാനോക്കിന് ചെയ്യാൻ കഴിയാത്തത്, ദൈവത്തിൻ്റെ വിളി കേട്ടിറങ്ങി അബ്രഹാമിന് ചെയ്യാൻ കഴിയാത്തത്, നോഹേ നിന്നെ കൊണ്ട് ദൈവത്തിന് ചെയ്യിക്കാൻ കഴിയും. ഇസഹാക്കിന് ചെയ്യാൻ കഴിയാത്തത് ഈ പകൽക്കാല ഭക്തന്മാർക്ക് ചെയ്യാൻ കഴിയാത്ത. ആമേൻ, ഹല്ലേലൂയ. കരമുയർത്തി പറ, ഞാൻ ചിലത് പണിയും, ഞാൻ ചിലത് പണിയും. ദൈവത്തിൻ്റെ ഫേവർ ഒരുവനിൽ വെളിപ്പെട്ടാൽ, ദൈവത്തിൻ്റെ കണ്ണൊരുവനെ കണ്ടാൽ, ദൈവത്തിൻ്റെ പ്രീതി ഒരുവനിൽ വെളിപ്പെട്ടാൽ, ആരെല്ലാം എതിരായാലും നീ ചിലത് പണിയും, നീ ചിലത് പണിയും. അന്ന് വരെ കാണാത്ത ചിലത്, ദേശം കാണത്തക്ക രീതിയിൽ ചിലത് പണിയും. നിന്റെ പണി കാണുമ്പോൾ ചിലർ പരിഹസിക്കും. ആമേൻ. നിന്റെ പണി കാണുമ്പോൾ ചിലർ പറയും എന്തോ പറ്റി, സംതിങ് വെന്റ് റോങ്, എന്തോ സംഭവിച്ചു. പക്ഷേ നീ പണി നിർത്തരുത്, നീ പണി നിർത്തരുത്. ആർക്കും ചെയ്യാൻ കഴിയാത്ത ശുശ്രൂഷ നിന്നെ കൊണ്ട് ചെയ്യിക്കുന്നുണ്ടോ? ആർക്കും ചെയ്യാൻ കഴിയാത്ത ദൈവിക മേഖലകൾ നിന്റെ മുന്നിൽ വെളിപ്പെടുന്നുണ്ടോ? നാട്ടുകാർ നിനക്കെതിരായിക്കൊള്ളട്ടെ, സഭക്കാർ നിനക്കെതിരായിക്കൊള്ളട്ടെ, കുടുംബം നിനക്ക് അനുകൂലമല്ലെങ്കിൽ ദൈവം നിന്നെ കൊണ്ട് ചിലവ് പണിയിക്കുമുണ്ട്. ആമേൻ, ഹല്ലേലൂയ. പ്രിയരേ, ദൈവമാണോ നിന്റെ കുടുംബത്തെ പണിയുന്നതെന്ന്, ദൈവമാണോ നിന്നെ കൊണ്ട് പണിയിക്കുന്നതെന്ന് നീ ഒരു കാര്യം ചിന്തിച്ചാൽ മനസ്സിലാകും. നിനക്കാരും അനുകൂലമായിരിക്കില്ല, നിനക്കാരും അനുകൂലമായിരിക്കില്ല. നിന്റെ ദേശത്തോ നിന്റെ സഭയ്ക്കകത്തോ നിന്റെ ശുശ്രൂഷയ്ക്കകത്തോ ആരും അനുകൂലമായിരിക്കില്ല. എങ്കിലും നീ പണി നിർത്തരുത്. അത് അടയാളമാണ്. ദൈവമാണ് നിന്നെ കൊണ്ട് പണിയുമെന്ന് ഉള്ളതിന്റെ അടയാളമാണ്. ആർക്കൊക്കെ മനസ്സിലായി? ആരൊക്കെ ദൂതേറ്റെടുക്കുക? ഇന്ന് പകൽ ഞാൻ കൊതിക്കുമ്പോൾ അർഹതയില്ലാത്ത ഭവനങ്ങൾ പണിയിട്ട്, അർഹതയില്ലാത്ത ബിസിനസ്സുകൾ പണിയിട്ട്, അർഹതയില്ലാത്ത സഭകൾ പണിയിട്ട്, അർഹതയില്ലാത്ത മിഷണറിമാര് പണിത് പുറത്തിറക്കട്ട്, അർഹതയില്ലാത്ത ദൈവിക നിയോഗങ്ങൾ. Ribalachavana Kataka Thera Thara Artharada Machavera Thara Thara Artharada Rikamana. Os Prabika അതുപോലൊരു ദൈവ തലം അന്യന്റെ കൈകൊണ്ടല്ല,
സ്വന്തം കരം കൊണ്ട് ചിലവ് പണിയും നിന്റെ തലമുറയും നീ കൂടെ ചേർന്ന് പണിയും. 120 വർഷം നോവ ഒറ്റക്കല്ല കുഞ്ഞെ പണിതത്. നോവയുടെ കൂടെ ശേമുണ്ടായിരുന്നു, നോഹയുടെ കൂടെ ഹാമുണ്ടായിരുന്നു, നോഹയുടെ കൂടെ യാഫേത്ത് ഉണ്ടായിരുന്നു. പിടിക്കാൻ കഴിയുമെങ്കിൽ പിടിച്ചോ, പ്രാപിക്കാൻ കഴിയുമെങ്കിൽ പ്രാപിച്ചോ. നിന്റെ കൂടെ നീയും നിന്റെ തലമുറയും ചേർന്ന് പണിയുന്ന, നീയും നിന്റെ തലമുറയും ചേർന്ന് പണിയുന്ന, നീയും നിന്റെ കുടുംബവും ചേർന്ന് പണിയുന്ന. ഓ ശാബാരബലഗട, ആരോടും അറിയില്ലല്ലോ, ദൈവം വ്യക്തമായി ഇടപെടുകയാണല്ലോ. ഓ അക്ഷബാല ഹടഗധാര പ്രാർത്ഥനയിൽ പണിതോ, ആരാധനയിൽ പണിതോ, ഉപവസിച്ചു പണിതോ. നീ ഒറ്റക്കല്ല കുഞ്ഞേ, ദൈവം നിന്റെ കൂടെയുണ്ട്. ദൈവം അനുകൂലമെങ്കിൽ ആര് പ്രതികൂലമാകും? ദൈവം അനുകൂലമുണ്ടെങ്കിൽ ആര് പ്രതികൂലമാകും? ആരെല്ലാം എനക്കെതിരെ സംസാരിച്ചാലും, ആരെല്ലാം എനക്കെതിരെ ശബ്ദമുയർത്തിയ പ്രിയരെ, വചനം പറയുന്നു ദൈവത്തിന്റെ ഫേവർ ഉള്ളവൻ പെട്ടകം പണിതു. എത്ര കൊല്ലം പണിതു? 120 കൊല്ലം പണിതു. 120 കൊല്ലം പണിതു. ആർക്ക് വേണ്ടിയാ പെട്ടകം പണിതത്? എബ്രായ ലേഖനം പറയുന്നു, നോഹ അവനും അവന്റെ കുടുംബത്തിനും വേണ്ടി പെട്ടകം പണിതു. ഹല്ലേലൂയ. നോഹയ്ക്ക് പൂർണ്ണ ബോധ്യം ഉണ്ടായിരുന്നു, 120 വർഷം ഞാൻ പ്രസംഗിച്ചാലും ഒരുവനും എൻ്റെ പ്രസംഗം തിരിച്ചറിയില്ല, ഒരുവനും എനിക്കെതിരെ സംസാരിക്കല്ലാതെ. ദൈവം അനുകൂലമായവനെതിരെ മനുഷ്യൻ അനുകൂലമാകില്ല. ആമേൻ. ദൈവമുള്ളവനെതിരെ മനുഷ്യൻ അനുകൂലമാകില്ല. ദൈവ ഇഷ്ടത്തിൽ ചലിക്കുന്നവനെതിരെ മനുഷ്യൻ നിൽക്കൂ. ദൈവ ഇഷ്ടത്തിനകത്ത് നിൽക്കുന്നവനെതിരെ മനുഷ്യൻ പദ്ധതി ഒരുക്കൂ. പക്ഷെ ദൈവത്തിന്റെ ഫേവർ ഒരുവന്റെ കൂടെ ഉണ്ടെങ്കിൽ ആര് പ്രതികൂലമായാലും ദൈവം അനുകൂലമായിരിക്കും. ഓ, കുടുംബക്കാർ അനുകൂലമാകണമെന്നില്ല, ദേശക്കാർ അനുകൂലമാകണമെന്നില്ല, സ്വന്തം സഹോദരങ്ങൾ അനുകൂലമാകണമെന്നില്ല. പക്ഷെ ഒരു ഉറപ്പ്, സ്വർഗം അനുകൂലമായിരിക്കും. സ്വർഗം അനുകൂലമായിരിക്കും. സ്വർഗം മാത്രം അനുകൂലമായിരിക്കും. അമ്മ, സ്വർഗം അനുകൂലമെങ്കിൽ പണിതത് പൂർത്തീകരിക്കും. പണിതത് പൂർത്തീകരിക്കും. പാതി വഴി വിട്ടു പോകാനല്ല ദൈവം വിളിച്ചേ. നിന്റെ കുടുംബജീവിതം പാതി വഴി തകരാനല്ല വിളിച്ചേ. നിന്റെ സഭ പാതി വഴി തകരാനല്ല വിളിച്ചേ. നിന്റെ ശുശ്രൂഷ പാതി വഴിയിൽ ഇട്ടേച്ചു പോകാനല്ല വിളിച്ചേ. നിന്റെ തലമുറയുടെ ഭാവി പാതി വഴിയിൽ അവസാനിക്കാനല്ല വിളിച്ചേ. ഇന്ന് പകൽക്കാലം വിശ്വസിക്ക്, ദൈവം അതുപോലെ ദൈവപ്രവൃത്തി ചലിക്കുക. ഓ, അതുപോലെ ദൈവത്തിന്റെ സാന്നിധ്യം ചലിക്കുക. പിടിക്കാൻ കഴിയുമെങ്കിൽ പിടിച്ചോ, പ്രാപിക്കാൻ കഴിയുമെങ്കിൽ പ്രാപിച്ചോ. ഏതൊക്കെ കുടുംബങ്ങളെ പാതി വഴിയിൽ തകർക്കാൻ ശത്രുയിട്ട പദ്ധതികളെ ഈ പകൽ തകർക്കുക. ഏതോ മിനിസ്ട്രിയെ പാതി വഴിയിൽ ഉടയ്ക്കാൻ, പാതി വഴിയിൽ അവസാനിക്കുക. നിന്റെ ആയുഷ്കാലം പൂർത്തീകരിക്കില്ലെന്ന് നിന്നെ പാതി വഴിയിൽ മാറ്റിക്കളയാൻ. ജീവനവരെ ഉയരുന്ന ചില വെല്ലുവിളികളെ ആത്മാവ് ക്യാൻസൽ ചെയ്യുക. ചുമ്മാ കൈയടിക്കരുത്. ഈ പകൽ ദൂത് അകത്തു കത്തുന്നുണ്ടെങ്കിൽ
യെസ്, യെസ്, യെസ്. ചില ഭവനങ്ങൾ പണി പൂർത്തീകരിക്കുമോ? കുടുംബജീവിതങ്ങൾ, ഓ രാധ രാധ രാധ. എന്നോട് ദൈവാത്മാവ് പറയുന്നു, ആലയത്തിന്റെ പണികൾ പൂർത്തീകരിക്കപ്പെടുമോ? ആലയത്തിന്റെ പണികൾ പൂർത്തീകരിക്കപ്പെടുമോ? വേഗത്തിൽ വേഗത്തിൽ 3 ബ്രാഞ്ചുകൾ കൂടെ ആരംഭിക്കാൻ ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കുമോ? ഓ പ്രാചാരബാല ധാരാബാല. Yes, വലിയൊരു God's favor is moving. ദൈവിക പ്രീതി വെളിപ്പെടുകയോ? ഷബാരാബാല. പ്രിയരെ, ദൈവമാണോ ആരംഭിച്ചത്? ദൈവം പൂർത്തീകരിക്കും. ആരെല്ലാം എതിരായി നിന്നാലും, ആരും അനുകൂലമല്ലെങ്കിലും, ദൈവം അനുകൂലമെങ്കിൽ, ദൈവം അനുകൂലമെങ്കിൽ, നിങ്ങൾ പറഞ്ഞില്ല, ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാ. നോഹയ്ക്കൊരു ഉറപ്പുണ്ടായിരുന്നു, എൻ്റെ മേൽ ദൈവത്തിൻ്റെ പ്രീതി ഉണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ അനുകൂലത ഉണ്ടെങ്കിൽ ഞാൻ പണിത പണി പൂർത്തീകരിക്കും. ഞാൻ പണിത പണി പൂർത്തീകരിക്കും. 120 വർഷം കേട്ട പഴി, 120 വർഷം ഞാൻ കേട്ട നിന്ന, ആമേൻ, 120 വർഷം ഞാൻ കേട്ട കഷ്ടത, 120 വർഷം ഞാൻ അനുഭവിച്ച അപമാനം മാറുന്നൊരു മാളുണ്ട്, മാറുന്നൊരു മാളുണ്ട്. ഈ പകൽക്കാലം ആരോടൊക്കെയോ ദൈവം തോളത്തു തട്ടി ദൂത് പറയുക, കുഞ്ഞേ, നിന്റെ കണ്ണുനീർ മാറുന്നൊരു മാളുണ്ട്, നിന്റെ വേദന മാറുന്നൊരു മാളുണ്ട്. ലോകത്തിലെ ദൈവത്തോട് പലപ്പോഴും ചോദിച്ചു, കർത്താവേ, ഈ നിന്ദകൾ, ഈ കുത്തുവാക്കുകൾ, ഈ അപമാനങ്ങൾ, ആരും കേൾക്കാത്തതുപോലെയുള്ള പഴികൾ ഞാൻ കേട്ടത് നിന്റെ പ്രീതി എൻ്റെ മേലുണ്ടായത് കൊണ്ടല്ലേ? നീ പറഞ്ഞ പണി ഞാൻ പണിത് തുടങ്ങിയത് കൊണ്ടല്ലേ? ഇന്ന് പകൽ ആരോടൊക്കെ ദൈവം ഇടപെടുക. വാവുട്ടി ദൈവത്തോട് കരഞ്ഞ രാത്രികൾ. അപ്പോൾ നീ പറഞ്ഞത് കൊണ്ടല്ലേ ഞാൻ സ്റ്റെപ്പ് എടുത്തു വച്ചേ? നീ പറഞ്ഞത് കൊണ്ടല്ലേ ഞാൻ ദൈവിക നിയോഗപ്രകാരം ഞാൻ നടന്ന്? എന്നിട്ട് ഞാൻ കേൾക്കുന്ന അപമാനം, ഞാൻ അനുഭവിക്കുന്ന ഒറ്റപ്പെടൽ, എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒരു വ്യക്തി പോലും ഇല്ലാത്ത എത്രയോ കൂരിരുണ്ട താഴ്വരകൾ, ഒരു വാക്കുകൊണ്ട് പോലും അനുകൂലമായി ഒന്ന് സപ്പോർട്ട് ചെയ്യാനില്ലാത്ത എത്രയോ രാത്രികൾ. പക്ഷെ നോഹയ്ക്കൊരു ഉറപ്പുണ്ട്, ദൈവം പണിതത് ദൈവം പൂർത്തീകരിക്കും. ദൈവം പൂർത്തീകരിക്കും. വചനം പറയുന്നു, പണിത പണി പൂർത്തീകരിച്ചപ്പോൾ ദൈവം നോഹയോട് പറഞ്ഞു, നോഹേ, നീ പെട്ടകത്തിനകത്ത് കയറ, നീ പെട്ടകത്തിനകത്ത് കയറ. നീ അനുഭവിച്ച നിന്ദയുണ്ടല്ലോ, നീ അനുഭവിച്ച കഷ്ടപ്പാടുണ്ടല്ലോ, നീ അനുഭവിച്ച കഷ്ടതയുണ്ടല്ലോ, അത് നിന്നെ തകർക്കാനല്ല, അത് നിന്നെ തകർക്കാനല്ല. വചനം പറയുന്നു, നോഹ ജീവരക്ഷയ്ക്കായൊരു പെട്ടകം വേണം. എത്ര പേർക്ക് മനസ്സിലായി? നീ അനുഭവിച്ച ഒറ്റപ്പെടൽ, നീ അനുഭവിച്ച നിന്ന, നീ അനുഭവിച്ച വേദന, അത് തകർക്കാനല്ല കുഞ്ഞേ. നീ അനുഭവിച്ചത് നിന്റെ ജീവരക്ഷയ്ക്കാ. ഞാൻ അവിടെ നിൽക്കുന്നില്ല. 1-2 വ്യക്തികൾ എനിക്ക് പരിചയപ്പെടുത്തണമെങ്കിൽ ഒരു ദൂത് ഞാൻ പറയാം.
ദൈവത്തിൻ്റെ ഫേവർ വെളിപ്പെട്ടവൻ ആരെല്ലാം പ്രതികൂലമായിട്ടും അവൻ പണി പൂർത്തീകരിച്ചിട്ട് അവനോട് പറഞ്ഞു, നീ പെട്ടകത്തിനകത്ത് കയറ്റ, നീയും നിന്റെ കുടുംബവും പെട്ടകത്തിനകത്ത് കയറിക്കോ. പെട്ടകത്തിൻ്റെ വാതിൽ ദൈവം അടച്ചു. ഭൂമിയുടെ ഉറവകളെ തുറന്നു, ആകാശത്തിൻ്റെ കിളിവാതിലുകളെ തുറന്നു. ജലം കൊണ്ട് ഈ ഭൂമി മുഴുവനും നിറഞ്ഞു. അമ്മ വചനം പറയുന്നു, ജലം നിറയുമ്പോഴും മഴ പെയ്യുമ്പോഴും പെട്ടകമുലയുന്നുണ്ട്. എവിടെയൊക്കെ ആശ്വാസത്തിന് വേണ്ടി ഓടിക്കയറിയതാ, എന്നിട്ടും ഉലയുന്നുണ്ടോ? എന്നിട്ടും ഒരു ഉറപ്പില്ലാത്ത രീതി ഉലയുന്നുണ്ടോ? എന്നും വേദനയാണോ? എന്നും അസ്വസ്ഥതയാണോ? എന്നും ഞെരുക്കമാണോ? വചനം പറയുന്നു, പെട്ടകമരാരാത്ത് പർവ്വതത്തിൽ ഉറച്ചു. ദൈവത്തിൻ്റെ ഫേവറുണ്ടോ? ഉറക്കേണ്ടടുത്ത് ഉറയ്ക്കും. ദൈവത്തിൻ്റെ ഫേവറുണ്ടോ? നിൽക്കേണ്ടടുത്ത് നിന്നെ നിർത്തും. ദൈവത്തിൻ്റെ ഫേവറുണ്ടോ? നീ ഉറക്കേണ്ട പർവ്വതത്തിൽ ദൈവം നിന്നെ ഉറപ്പിക്കും. ദൈവത്തിന്റെ ഫേവറുണ്ടോ ബാബിബേ? കാട്ടിൽ നിന്ന് രാജകൊട്ടാരത്തിനകത്ത് ഞാൻ നിന്നെ ഉറപ്പിക്കും. മക്കളെ, ഇവിടെ ഉലച്ചിലുകൾ ഉണ്ടായിരിക്കാം, ഇവിടെ വേദനകൾ ഉണ്ടായിരിക്കാം, ഇവിടെ നിന്ദകൾ ഉണ്ടായിരിക്കാം. പക്ഷെ ദൈവം കണ്ടൊരു പർവ്വതമുണ്ട്, ദൈവം കണ്ടൊരു ദേശമുണ്ട്, ദൈവം കണ്ടൊരു രാജ്യമുണ്ട്. നിന്നെ ഒന്ന് ഉറപ്പിക്കാൻ ദൈവം ഒരുക്കിയൊരു പർവ്വതമുണ്ട്. ഇന്ന് പകൽ ഞാൻ ആ ദൂത് കൈമാറുമോ, അർക്കവയില്ലാത്ത രാജ്യങ്ങളുടെ വാതിലുകൾ, അർക്കവയില്ലാത്ത പട്ടണങ്ങളുടെ നിയോഗങ്ങൾ, അർക്കവയില്ലാത്ത വൈവിക ഉറപ്പിക്കാൻ പോകുക. ഏതൊക്കെ രാജ്യത്ത് അഭിഷിക്തന്മാരെ ഉറപ്പിക്കാൻ പോകുക, ഏതൊക്കെ പട്ടണത്തിൽ. പ്രാപിക്കാൻ കഴിയുമെങ്കിൽ പ്രാപിച്ചോ മാതാവേ. നിന്റെ തലമുറയെ ഒക്കെ പർവ്വതത്തിൽ ഉറപ്പിക്കാൻ പോകുക. നിന്റെ ശുശ്രൂഷയെ ഉറപ്പിക്കാൻ പോകുക. ഓ റീബാരാധ വൈഡബാല ഹച്ചരാധ അക്ഷരാധ രാധരാധ ലക്ഷവാല ഘടകഭാര അക്ഷരാധ രാധ ലക്ഷ വേരധാര ഘടകഭാര അർത്ഥലേധ ರಂಶಬಾಲ ಘಟಕಬಾರ ಅರ್ಥರಾಧ ರಂಶಬಾಲ ಘಟಕಬಾರ ಅರ್ಥಲಾದ ರೀಘಮಾನ ವೈಡಬಾಲ ಅರ್ಥರಾಧ ರೀಬರಾಧ ವೈಶಬಾಲ ವೈಡಬಾಲ. ഈ പകൽ വിശ്വസിക്കുക, ഏതൊക്കെ രാജ്യങ്ങളിൽ എൻ്റെ ദൈവം നിന്നെ ഉറപ്പിക്കുക, ഏതൊക്കെ പട്ടണങ്ങൾക്കകത്ത് ദൈവം നിന്നെ ഉറപ്പിക്കുക, ഏതൊക്കെ കോണ്ടിനെന്റുകൾക്കകത്ത് എൻ്റെ ദൈവം നിന്നെ ഉറപ്പിക്കുക. ഞാൻ വിശ്വസിക്കുമോ എൻ്റെ ദൈവം നമ്മുടെ ആലയത്തെ ഉറപ്പിക്കുക. ഓ ശാരാധാരാധ Sharai Kabara. Amen. Hallelujah. Amen. Hallelujah. Hallelujah. പ്രിയരെ, വചനം പറയുന്നു, ദൈവം നോഹയുടെ പെട്ടകത്തെ അരാരാത്ത് പർവ്വതത്തിൽ ആമേൻ. പ്രിയരെ, എവിടെ ഇരുന്ന വെട്ടക? താഴ്വരയിലിരുന്നതാ. നിമ്മ കേട്ടത് താഴ്വരയിലിരുന്നപ്പോഴാ, അപമാനം കേട്ടത് താഴ്വരയിലിരുന്നപ്പോഴാ, നിന്റെ കൃപയെ ചോദ്യം ചെയ്തത് താഴ്വരയിലിരുന്നപ്പോഴാ. പക്ഷെ എന്റെ ദൈവ ചില ഉലച്ചിലുകൾ കൊണ്ടിട്ടവേ നിന്നെ തകർക്കാനല്ല, താഴ്വരയിൽ നിന്ന് നിന്നെ ലിഫ്റ്റ് ചെയ്യുക. ആർക്കും എത്താൻ കഴിയാത്ത, ആർക്കും കയറി ചെല്ലാൻ കഴിയാത്തൊരു പർവ്വതത്തിൽ നിന്നെ ഇരുത്താൻ
ഈ പകൽക്കാലം ഈ വചനം ആരുടെയൊക്കെ ജീവിതത്തിൽ ലൈവിലൂടെ കാണുന്നവർ, ലോകരാജ്യങ്ങളിൽ നിന്ന് ശബ്ദം കേൾക്കുന്നവർ ഈ പകൽ വിശ്വസിക്കേ. കണ്ണുനീർ താഴ്വരയില്ല. കണ്ണുനീർ താഴ്വരയിൽ ഇരുന്നപ്പോഴാ ചില ഉലച്ചിലുകൾ സംഭവിച്ചത്. ഉറപ്പിക്കേണ്ടടുത്ത് എത്തിക്കാനാ. ആർക്കുമില്ലാത്ത ചില ഉലച്ചിലുകൾ വന്നവേ, നീ തകരുകയല്ല, നീ ലിഫ്റ്റ് ചെയ്യുക. നീ ലിഫ്റ്റ് ചെയ്യുക. പിന്നെ ഇരുത്തേണ്ടടുത്ത് എന്നെ ദൈവം ഇരുത്താൻ പോവുക. ഈ പകൽക്കാലം ഈ ദൂത് പിടിക്കാൻ കഴിയുമെങ്കിൽ ഒന്ന് പറയാമോ? താഴ്വരയിൽ നിന്നയുണ്ടായിരുന്നു, താഴ്വരയിൽ അപമാനം ഉണ്ടായിരുന്നു, താഴ്വരയിൽ ഒറ്റപ്പെടലുണ്ടായിരുന്നു, താഴ്വരയിൽ എതിരായി സകലരും എതിരായിരുന്നു. പക്ഷേ എൻ്റെ ദൈവം അരാരാത്ത് പർവ്വതത്തിൽ ഉയരാമേ ഉറപ്പിച്ചപ്പോ വചനം പറയുന്നു, നോഹയോട് ദൈവം പറഞ്ഞു, നോഹേ, ഈ ദേശം മുഴുവന്, ഈ ഭൂമി മുഴുവന് നിന്റെ കരത്തിലിരിക്കുക. പിടിക്കാൻ കഴിയുമെങ്കിൽ ഒരു ദൂത് ഞാൻ പറയാം. താഴ്വരയിലിരുന്നപ്പോ നീ നിന്റെ കുടുംബവും മാത്രം നിന്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എൻ്റെ ദൈവം അരാരാത്തിൽ ഉറപ്പിച്ചിട്ട് നോഹ പുറത്തിറങ്ങുന്നതിന് മുമ്പ് ദൈവം പറഞ്ഞൊരു പദമുണ്ട്, നോഹേ, ദേശം മുഴുവനും, ദേശം മുഴുവനും നിന്റെ മുമ്പിൽ ഇരിക്കുക. ഏതോ പഞ്ചായത്ത് എന്നല്ല, ഏതോ വില്ലേജ് എന്നല്ല, ഏതോ താലൂക്കോ ഏതോ ജില്ലയോ അല്ല. നോഹയോട് പറഞ്ഞു, ദേശം മുഴുവനും നിന്റെ മുമ്പിൽ ഇരിക്കുക. ദൈവത്തിൻ്റെ അനുകൂലത വെളിപ്പെട്ടാൽ താഴ്വരയിൽ നിന്ന് നീ പൊങ്ങും, അരാരാത്തിൽ ഉറക്കും. ഉറച്ചു കഴിഞ്ഞാൽ നിന്നിൽ വെളിപ്പെടുന്നത് അളന്നെടുക്കാൻ കഴിയുമോ മണ്ണയല്ല, അളക്കാൻ കഴിയാത്ത ദൈവത്തിന്റെ ഫേവർ, അളക്കാൻ കഴിയാത്ത ദൈവത്തിന്റെ ഫേവർ, അളക്കാൻ കഴിയാത്ത ദൈവത്തിന്റെ ഫേവർ. ഇന്ന് പകൽക്കാലം, ഇന്ന് പകൽ നിങ്ങൾ സ്വീകരിച്ചോ, ഇന്ന് പകൽ വേണമെങ്കിൽ സ്വീകരിച്ചോ, ഇല്ലെങ്കിൽ ഈ പകൽ ഞാൻ സ്വീകരിക്കുക. വൈഡബാഹല അർത്ഥബാഹല വൈഡബാഹല റിബലാച വൈ ധാര 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 ധാര. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മ പ്രിയരെ, വചനം പറയുന്നു, ദേശം മുഴുവനും നോഹയുടെ മുമ്പിൽ വെച്ചു. ആരുടെ മുമ്പിൽ? ഒറ്റപ്പെട്ടവന്റെ മുമ്പിൽ. ആരുടെ മുമ്പിൽ? നിന്നെ അനുഭവിച്ചവന്റെ മുമ്പിൽ ദേശം മുഴുവനും വച്ചു. എന്തുകൊണ്ട് വച്ചു? എന്തുകൊണ്ട് വച്ചു? അബ്രഹാമിനോട് പറഞ്ഞ്, അബ്രഹാമേ, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ഒരു ദേശമുണ്ട്, ഒന്നേ ഉള്ളൂ. പക്ഷെ നോഹയുടെ മുമ്പിൽ വെച്ചത് ദേശം മുഴുവനും. ദേശം മുഴുവനും ഞാൻ കൊതിക്കുന്നു. നമ്മെക്കുറിച്ച് ദൈവത്തിന് പ്രീതി ഉണ്ടായ, ദൈവത്തിന് ഫേവർ ഉണ്ടായ ഒരു തിരുവനന്തപുരം പട്ടണം കൊണ്ട് ഈ സഭ ഒതുങ്ങില്ല, ഒരു രാജ്യം കൊണ്ടൊതുങ്ങില്ല, 29 സംസ്ഥാനങ്ങൾ കൊണ്ടൊതുങ്ങില്ല, 14 ജില്ലകൾ കൊണ്ടൊതുങ്ങില്ല. ദൈവം ദേശം മുഴുവനും, ദേശം മുഴുവനും ഈ വചനം ഞങ്ങൾ വിശ്വാസത്താൽ പ്രവചിക്കുക. ദേശം മുഴുവനും ഞങ്ങളുടെ സഭകൾ എഴുന്നേൽക്കട്ടെ, ഞങ്ങളുടെ മിഷണറിമാർ എഴുന്നേൽക്കട്ടെ, ഞങ്ങളുടെ അഭിഷിക്തന്മാർ എഴുന്നേൽക്കട്ടെ, ഞങ്ങളുടെ അഭിരുകൾ വിശാലമാകട്ടെ. എന്നറിയില്ല, ദൈവത്തിന്റെ വലിയ പ്രസൻസ്, വലിയ പ്രസൻസ്. മക്കളെ പിടിക്കണമെങ്കിൽ പിടിച്ചോ. ഇന്ന് പകൽ നിന്റെ അപ്പന് തരാൻ കഴിയാത്തത്, നിന്റെ അമ്മയ്ക്ക് തരാൻ കഴിയാത്തത്, ഉലകത്തിലാർക്കും തരാൻ കഴിയാത്ത ഭാവി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടാ.
ആമേൻ. ഹല്ലേലൂയ. വചനം പറയുന്നു ദേശം മുഴുവനും. ആമേൻ. ഒറ്റ പദവും കൂടെ ഞാൻ പറഞ്ഞോട്ടെ. ദേശം മുഴുവനും അവൻ്റെ മുൻപിൽ കൊടുക്കുമ്പോൾ ഇന്നലെ വരെ അവനെതിരെ സംസാരിച്ചവരാരുമില്ല. വചനം പറയുന്നു ദാവീദിന് അവൻ്റെ സകല ശത്രുക്കളെയും ആരടക്കി? ദൈവമടക്കി. സ്വസ്ഥത കൊടുത്തു. അവിടെ കൊണ്ട് തിന്നില്ല, അവൻ്റെ രാജ്യത്വം സ്ഥിരമാക്കി. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പുറത്തു വരുമ്പോൾ ദൈവം പറയുന്നൊരു പദമുണ്ട്, ഒരു നായ് പോലും, ഒരു നായ് പോലും അവർക്കെതിരെ കുരച്ചില്ലെന്ന വചനം പറയുന്നേ. ഇന്ന് പകൽ ദൈവം നിന്നെ ഇരുത്തേണ്ടടുത്ത് ഇരുത്തിയ, ദൈവം നിന്നെ മാനിക്കേണ്ടടുത്ത് മാനിച്ച, ദൈവം നിന്നെ ഉറപ്പിക്കേണ്ടടുത്ത് ഉറപ്പിച്ച ഒരു വ്യക്തികളും നിനക്കെതിരെ മാവ് തുറന്ന് ശാന്തിക്കാവണോ? എല്ലാറ്റിൻ്റെയും മാവിനെ ഹല്ലേലൂയ. അതുകൊണ്ടാ വചനം പറയുന്നേ, ഇന്ന് കണ്ട മിസ്രൈമ്യരെ എത്തേണ്ടടുത്ത് എത്തിയാൽ, ഉറക്കേണ്ടടുത്ത് നീ ഉറച്ചാൽ, ഇന്നലെ വരെ കുറച്ചായിരിക്കാം, പക്ഷെ ദൈവത്തിൻ്റെ ഫേവർ വെളിപ്പെട്ടാൽ ഒരു നായ് പോലും ശബ്ദിക്കില്ല. ഹല്ലേലൂയ. അതിൻ്റെ പേരാണ് ദൈവിക ഫേവർ. അതിൻ്റെ പേരാണ് ദൈവിക ഫേവർ. ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ കൊതിക്കുന്നു. നോഹയുടെ മുൻപിൽ അവൻ ദൈവിക ഫേവർ കണ്ടെത്തി. നീ 3-4 വ്യക്തികളെ പരിചയപ്പെടുത്തുന്ന ആഗ്രഹമുണ്ട്. അമ്മേ, സമയം എൻ്റെ മുമ്പിൽ ഇല്ല, ഞാനിവിടെ നിർത്തുക. എല്ലാ കണ്ണും ദിവസം അടയട്ടെ. ഒരു നിമിഷം ദിവസം നേരുന്നേറ്റേ നാട്ടെ. കർത്താവ് അനുവദിച്ചാൽ അടുത്ത ആഴ്ച ഇത് ബാക്കി ശുശ്രൂഷിക്കാം. എല്ലാ കണ്ണും ദിവസം അടയട്ടെ. പ്രിയരെ, വേദപുസ്തകം പറയുന്നു, പുതിയ നിയമത്തിനകത്ത് വേദപുസ്തകം പറയുന്നു, കർത്താവിൻ്റെ അമ്മയായ മറിയോട് ദൂതൻ പറയുന്നൊരു പദമുണ്ട്. ദൂതൻ അവളോട്, മറിയേ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. You have found favor with God. മലയാളത്തിൽ പറയുന്നത് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചെന്നാണ്. പക്ഷെ ഇംഗ്ലീഷിൽ പറയുക, ദൈവത്തോടുകൂടെ ഇത് കൃപ ലഭിച്ചു. ഹല്ലേലൂയ. മറിയയുടെ ഉദരത്തിൽ ജനിച്ചത് സാക്ഷാലുടയവൻ, സാക്ഷാൽ ദൈവം ഈ ഭൂമിയിൽ വരാൻ മറിയത്തിൻ്റെ ഗർഭപാത്രത്തെ ദൈവം കടമെടുത്തു. അതുകൊണ്ടാണ് ദൂതൻ പറയുന്നത്, യു ഹാവ് ഫൗണ്ട് ഫേവർ വിത്ത് ഗോഡ്. ദൈവത്തോട് കൂടുതൽ കൃപ ലഭിച്ചു. എല്ലാ കണ്ണും ദിവസം അടയട്ടെ.